ഇപ്പം ദിലീപേട്ടൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് ഇനിയിപ്പം ഇത് തന്നെയാണ് ലൈക്ക് സത്യം എന്നാണെങ്കിൽ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതുകൊണ്ട് അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് തന്നെ മാധ്യമങ്ങൾ വളച്ചൊടിച്ച് വേറൊരു രീതിക്കാക്കി. ആക്ച്വലി എന്തായിരുന്നു സംഭവിച്ചത്? അല്ല, ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. കാര്യം ഇത്രയും ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഇത് ചെയ്തതെന്ന് അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ സംഭവം അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇനി ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കില്ല എന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ ആ സാധനം അത് കമ്മ്യൂണിക്കേറ്റ് ആയതും അതിൻ്റെ പേരിൽ കുറേ ചീത്തവിളികളും ഇപ്പോൾ റിലീസാവുന്ന സിനിമകളുടെ നേരെയുള്ള ആക്രമണവും അതൊക്കെ ഒരിക്കലും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു. ഇപ്പം ഇൻഡസ്ട്രിയിൽ ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് ഇപ്പോൾ ഇത്. ആൻഡ് കഴിഞ്ഞ ദിവസം ആസിഫ് അലി പറയുന്നത് ഞാൻ കേട്ടു, എര എന്ന് വിളിക്കരുത്, അതിന് ഫസ്റ്റ് തന്നെ ഹാറ്റ്സ് ഓഫ് ടു യു. അത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടെങ്കിലും ആരും അങ്ങനെ പറയാൻ അത്രയും ധൈര്യം കാണിക്കില്ല. അതിന് ഫസ്റ്റ് തന്നെ ഹാറ്റ്സ് ഓഫ്. ലൈക്ക് ഇപ്പം മീഡിയ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം എന്താണെന്ന് പുറത്തു വരുന്നതിനേക്കാളും അവരതൊരു സെലിബ്രേഷനായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഹൗ ഡു യു ഫീൽ? ഇതില് ഒരു എടുത്തുചാട്ടം സംഭവിച്ചുകൊണ്ട് ഞാൻ റീതിങ്ക് ചെയ്യുന്നുണ്ട്. കാര്യം അറസ്റ്റ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന റിയാക്ഷനാണ് അവിടെ കണ്ടത്. പക്ഷേ ആ കേസ് തെളിയാത്തിടത്തോളം കാലം അദ്ദേഹത്തിനെ ആണെങ്കിലും പേഴ്സണലി കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ പേര് വരുന്നത് വരെ അങ്ങനെ ഒരു പേര് വരരുത് എന്ന് ആഗ്രഹിച്ച ആളുകളിൽ ഒരാളാണ് ഞാനും. വളരെ പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്, എൻ്റെ ഒരു വെൽവിഷർ കൂടെയാണ്. അപ്പോൾ ആ ഒരു കൺസിഡറേഷനും ആ ഒരു സ്നേഹവും എനിക്ക് എപ്പോഴും ഉണ്ട്. പിന്നെ ഇതിൻ്റെ വിക്ടിമായത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ആ വിഷമവും ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയുള്ള റിയാക്ഷനാണ് ഞാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് നോക്കിയിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ജെനുവിനായിട്ടുള്ള ഒരാളാണ്, ജെനുവിനായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ അന്ന് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ രണ്ട് ഫിലിംസിൽ അപർണയാണ് ഹീറോയിൻ. എങ്ങനെ ഉണ്ടായിരുന്ന ഓൺ സ്ക്രീൻ റൊമാൻസും കെമിസ്ട്രിയും ഒക്കെ? രണ്ട് സിനിമയിലും രണ്ട് ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ് ഉള്ള ക്യാരക്ടേഴ്സാണ്. ഒന്ന് സൺഡേ ഹോളിഡേയിൽ ത്രൂ ഔട്ട് എൻ്റെ ക്യാരക്ടറിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറാണ്. എൻ്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ തൃശ്ശൂർ ക്ലബ്ബത്തിൽ എന്നെ കാണാനോ എൻ്റെ പ്രസൻസോ ഇഷ്ടമുള്ള ഒരാളല്ല. എന്നെ ഒരു വളരെ താന്തോന്നിയാണ് എന്ന് റിയലൈസ് ചെയ്ത് എന്നെ മാക്സിമം മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന ഭാഗീരഥി എന്ന് പറഞ്ഞൊരു ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഇത് രണ്ട് മൂഡായിരുന്നു ഞങ്ങളുടെ ഇടയിൽ ഷൂട്ടിംഗ് ടൈമിലും ഉണ്ടായിരുന്നത്. അപ്പൊ അത് ശരിക്കും അപർണ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ്, ഇപ്പം മഹേഷിന്റെ പ്രതികാരം കണ്ട എല്ലാവർക്കും അറിയാം എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് അപർണ പെർഫോം ചെയ്യാന്നുള്ളത്. അപ്പൊ അതിനോട് കറക്റ്റ് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഈ രണ്ട് സിനിമയിലും അപർണ പെർഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പം അപർണയെ നോക്കുവാണെങ്കിൽ അപർണ എക്സൈറ്റഡ് ആയിരുന്നു ആസിഫ് അലിയുടെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് അപർണ ഒരുപാട് ആക്ടേഴ്സിനെ ഇഷ്ടമാണ്, ഫോളോ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്ന ഒരാളാണ്. സോ ആസിഫ് അലിൻ്റെ കൂടെ രണ്ട് ഫിലിംസിൽ അഭിനയിക്കാൻ അപർണ എക്സൈറ്റഡ് ആയിരുന്നു. അപർണയുടെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അപർണയുടെ പേരൻസ് ആണ്. പ്രത്യേകിച്ച് അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര അച്ഛനും അമ്മയും മ്യൂസിക് ഫീൽഡിൽ നിന്നാണ്. അച്ഛൻ മ്യൂസിക് ഡയറക്ടറാണ്, അമ്മ പാടുമായിരുന്നു. അപ്പോൾ അവര് അത്യാവശ്യം ഒരു കലയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, കലാകാരന്മാരെ താല്പര്യമുള്ള ആളുകളാണ്. അപ്പോൾ അവര് നമ്മളെ കാണുന്നതും നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്നതും ആ രീതിയിലാണ്. പിന്നെ അതുപോലെ ഭക്ഷണപ്രിയരാണ്. നമ്മളെല്ലാവരും കോമൺ ആയിട്ട് എടുത്താൽ അതിലൊരു ഫാക്ടർ ഭക്ഷണമായിരിക്കും. അപ്പൊ അങ്ങനെ ആന്റി പല സമയത്തും ഞങ്ങൾ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആന്റി പോയി നമുക്ക് ആ ഏരിയയിലുള്ള ലോക്കൽ ഒരു ഫേവറേറ്റ് കട കണ്ടുപിടിച്ച് അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം മേടിച്ചുകൊണ്ട് വന്ന് നമുക്ക് കൊണ്ടുതരിക. അപ്പൊ അങ്ങനെ ശരിക്കും ആന്റിയും അങ്കിളും ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ് എനിക്ക് തോന്നുന്നത് അപർണയെ ആയിട്ട് അത്ര അടുക്കാൻ തന്നെ ഒരു കാരണമായത്. ഓൺ സ്ക്രീൻ റൊമാൻസ് തോന്നി അപർണയുണ്ട്. ആസിഫ് അലി പണ്ട് പറഞ്ഞിട്ടുണ്ട് മമതയാണ് അങ്ങനെ തോന്നിയേക്കണെന്ന്. ഇപ്പൊ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു റൊമാൻറ്റിക് സോങ് ഷൂട്ട് ചെയ്ത മമതയുടെ കൂടെയായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി ഹരിഹരൻ സാറും ചിത്ര ചേച്ചിയും പാടിയ പാട്ടും അതിൽ പിന്നെ എനിക്ക് അങ്ങനെ ഒരു തോന്നാതിരിക്കാൻ ഒരു കാരണമില്ലായിരുന്നു. അപർണയുടെ കൂടെ എനിക്ക് കുറെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. കാര്യം എനിക്ക് അപർണ എന്ന് പറയുമ്പോൾ ഭയങ്കര കുസൃതിയൊക്കെ ഉള്ളൊരു അനിയത്തി കുട്ടി എന്നുള്ള ഫീലാണ് എപ്പോഴും കിട്ടുക. അവൾ അത്രയും ബബ്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും. പിന്നെ റൊമാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഫിലിമിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ക്യാരക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ട് അത് വർക്ക്ഔട്ട് ആവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പം അവരുടെ രാവുകൾ ഫിലിമിൽ നോക്കുവാണെങ്കിൽ ലാലേട്ടനെയും മമ്മൂട്ടിനെയും ഒരേ ടൈം ഇമിറ്റേറ്റ് ചെയ്ത് നമ്മളൊരു സോങ് വരെയൊക്കെ കണ്ടു. ഇവരുടെ കമന്റ്സ് എല്ലാം കിട്ടിയോ കണ്ടിട്ട്? ഇല്ല, ഞാനത് പിന്നെ ഒരു വലിയ ഹൈലൈറ്റ്. കാര്യം കോഹിനൂർ ചെയ്യുമ്പോൾ
നമ്മളൊരു വിന്റേജ് ലാലേട്ടൻ റെഫറൻസ് കോഹിനൂറിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ അത് ഭയങ്കരമായിട്ട് ലാലേട്ടൻ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു എന്നുള്ള ഒരു ഇതിലേക്ക് ആൾക്കാർ വന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിക്കുവാണെങ്കിൽ 2017 ഭയങ്കര നല്ല വർഷമാണ്. മിനി കൂപ്പർ എടുത്തു, ബേബി ഗേൾ. ഈ മിനി കൂപ്പറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് മിനി കൂപ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു അത്ഭുതമായിട്ട് ഫീൽ ചെയ്തത് ആസിഫ് അലിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ. അതെങ്ങനെ ചൂസ് ചെയ്തത്? അതെനിക്ക് വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചും കൂടെ പെർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മൂഡ് ഫ്ലക്ച്വേഷൻസും എൻ്റെ എല്ലാ ഇപ്പോൾ ഡ്രൈവിങ്ങിലാണ് പല കാര്യങ്ങളും ഞാൻ സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡ്രൈവിങ്ങിൽ ഞാൻ ഭയങ്കര പെർട്ടിക്കുലർ ആണ്. എൻ്റെ വണ്ടികളുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര പെർട്ടിക്കുലർ ആണ്. അത് ഉപയോഗിക്കുന്നതും അത് സൂക്ഷിക്കുന്നതും എല്ലാം ഞാൻ അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രായത്തിൽ എൻ്റെ കയ്യിൽ പൈസ വന്നാൽ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് വണ്ടികളിലായിരിക്കും. അത് അങ്ങനെ സംഭവിച്ചു പോയാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു മിനി കൂപ്പർ. കാര്യം പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാറായിരുന്നു മിനി കൂപ്പർ. അപ്പം അങ്ങനെയാണ്. ബേബി ഗേൾ എന്ത് പറയുന്നു? ഹയ ശരിക്കും എൻ്റെ ഫാമിലിയിൽ ഇപ്പം എൻ്റെ ഇമ്മീഡിയറ്റ് കസിൻസും എല്ലാവരും ആൺകുട്ടികളാണ്. അപ്പൊ ഒരു പെൺകുട്ടി ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ആഡം അവൻ ഞാനും സമയും ഞങ്ങളുടെ പേരൻസും മാത്രമാണ് അവൻ എപ്പോഴും ഉണ്ടായിരുന്നത്. ഈവൻ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് അവൻ കൂടുതലും ഇന്ററാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവന് പല സമയത്ത് കുട്ടികളെ ഡീൽ ചെയ്യാൻ അവൻ അറിയില്ല. നമ്മളിപ്പോൾ എൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ കുട്ടികളുടെ അടുത്ത് പോകുമ്പോൾ ഇവൻ മാറി എൻ്റെ അടുത്ത് വന്ന് നിൽക്കും. എന്നിട്ട് എൻ്റെ കസിൻസോ എൻ്റെ ഫ്രണ്ട്സോ ആയിട്ടാണ് ഇവൻ കമ്പനി അടിക്കുക എപ്പോഴും. അവരാണ് എപ്പോഴും അവൻ്റെ കൂടെ ഉള്ളത്, അവൻ കാണുന്നത്. അപ്പം കുട്ടികളായിട്ട് അവൻ ആദ്യമായിട്ട് ഞാൻ അവനൊരു കുഞ്ഞിന്റെ കയ്യിൽ പിടിക്കുന്നത് കാണുന്നത് ഹയയുടെ കയ്യിലാണ്. അപ്പൊ അതും അതിലപ്പോ ഇവൻ ഹയ ബേബി എന്ന് പറഞ്ഞ് ഭയങ്കര കെയറിങ്ങും ഭയങ്കര എക്സൈറ്റഡും ആണ്. അപ്പൊ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മിസ് ചെയ്യണില്ലേ രണ്ടുപേര്? ഒരുപാട്. ഞാൻ ശരിക്കും ഏകദേശം ഒരു 2.5 വർഷം കൂടിയിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ബ്രേക്ക് എടുക്കുന്നത്. ഞാനൊരു 2 മാസത്തോളം നോയമ്പും ഡെലിവറിയും ഒക്കെ ക്ലബ് ചെയ്തിട്ട് ഒരു വലിയ ബ്രേക്ക് എടുത്തു. മൊത്തം ഞാൻ ഈ ഫിലിമിന്റെ പ്രൊമോഷൻസിന് വേണ്ടി മാത്രമാണ് ഞാൻ കൊച്ചിയിലേക്ക് വന്നത്. അല്ലാതെ മുഴുവൻ സമയം ഞാൻ എൻ്റെ മോൻ്റെ കൂടെ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ ഫിലിമിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴത്തെ ഓഡിയൻസ് ഒക്കെ ഭയങ്കര ചൂസിയാണ് ഫിലിമിൻ്റെ കാര്യം. അവരുടെ സ്ക്രിപ്റ്റ് നോക്കും, റിവ്യൂസ് നോക്കും. ഇപ്പം ലാസ്റ്റ് സംഭവിച്ച തന്നെ അഡ്വഞ്ചേഴ്സ് ഫോമിനെ കൂടെ അത് അത്രയും നല്ലൊരു മൂവി ആയിരുന്നു. പക്ഷെ നമ്മളൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ആസിഫ് അലിനെ FB ലൈവിലൂടെ ലൈക്ക് അങ്ങനെ ഒരു അവസ്ഥ വേണ്ടി വന്ന ഒരു ഫിലിമിൻ്റെ ഇതിന്. അപ്പം നല്ല ഫിലിം ഇങ്ങനെ അംഗീകരിക്കപ്പെടാതിരിക്കുമ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല സിനിമകൾ അംഗീകരിക്കപ്പെടാത്ത എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പക്ഷെ ഞാൻ അന്ന് ലൈവിൽ പറഞ്ഞു, ഞാൻ ഇതിന് മുന്നേ ചെയ്ത മോശം സിനിമകളായിരിക്കും അതിന് കാരണം. നമ്മളെല്ലാവരും എൻഡ് ഓഫ് ദി ഡേ പൈസ കൊടുത്താണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പൊ അത് വസൂലാവുക എന്ന് പറഞ്ഞൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ടല്ലോ. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി സക്സസ്ഫുൾ അല്ലാതെ അല്ലെങ്കിൽ മോശം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ ആസിഫിന്റെ പടങ്ങളാണെങ്കിൽ നമുക്കൊന്ന് റിവ്യൂ കേട്ടിട്ട് പോകാമെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകന് തോന്നിയേക്കാം. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഓമനക്കുട്ടന് ആദ്യത്തെ 3-4 ദിവസങ്ങളിൽ വളരെ കുറഞ്ഞ ആളുകളാണ് പല ഷോസും ഹോൾഡ് ഓവറായി. പക്ഷെ ആ സിനിമ നല്ലതാണെന്ന് അറിഞ്ഞ് അതിന് വേണ്ടിയിട്ട് സോഷ്യൽ നെറ്റ്വർക്കിൽ ഒരു ക്യാമ്പയിൻ വരെ ഉണ്ടായി. ആ ക്യാമ്പയിന്റെ സക്സസ് എന്നവണ്ണം ആ സിനിമ തിയേറ്റേഴ്സിൽ തിരിച്ചു വന്നു. 50 ദിവസത്തോളം സക്സസ്ഫുൾ ആയിട്ട് ഓടി. അതൊക്കെ പറയുന്നത് ഈ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനിലുണ്ട്. പ്രേക്ഷകർ നല്ല സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെ ഒരു കണ്ടീഷൻ അവർ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ല സിനിമകൾ വരും ഇൻഡസ്ട്രിയിൽ. ഒരു പോയിന്റ് പോലും ഉഴപ്പിയ ഒരു സിനിമ അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഒരു സിനിമ എടുക്കില്ല. ക്വാളിറ്റി ഉള്ള സിനിമ ചെയ്യാൻ ആളുകൾ മത്സരിക്കും. അപ്പൊ നല്ല സിനിമകൾ വരും, നല്ല ആക്ടേഴ്സ് വരും, ഇൻഡസ്ട്രി വലുതാവും, അന്യഭാഷക്കാരും നമ്മുടെ സിനിമ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പൊ ആ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ച് ആണ് ശരിക്കും ഇപ്പൊ ഇൻഡസ്ട്രിയിൽ കാണുന്നത്. ഇപ്പം ഈ ഫിലിമിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്രൂ ഉണ്ട്. ബാബുരാജ് സാറുണ്ട്, ചെമ്പൻ വിനോദ് സാറുണ്ട്, അപർണയുണ്ട്, ഇങ്ങനെ ഒരുപാട് ക്രൂ ഉണ്ട്. അപ്പം ഭയങ്കര ഫണ്ണായിരിക്കത്തില്ല ഈ സെറ്റിലും? ശരിക്കും ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ആയ ടൈമിൽ തന്നെയാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു എനർജിയും ആ ഒരു ഫണ്ടും ഒക്കെ തന്നെയാണ് പലപ്പോഴും എനിക്ക് ഇൻഡസ്ട്രിയിൽ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ക്രൂ ഉള്ളൊരു ഫിലിം ലൈക്ക് തൃശ്ശൂർ ക്ലബ്ബത്തില് ഈ പറഞ്ഞില്ലേ 2 ബെഞ്ചേഴ്സാണ്. ബാബുരാജിന്റെ ഗ്യാങ്ങിലുള്ള ഒരു ബെഞ്ചും അതുപോലെ തന്നെ ഇവരുടെ ചെമ്പൻ ചേട്ടന്റെ ഗ്യാങ്ങിലുള്ള ഒരു ബെഞ്ചും. ഈ 2 ബെഞ്ചേഴ്സിന്റെ ഇടയിലുള്ള ഒരാളാണ് ഞാൻ.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ രണ്ട് സൈഡിലുമായിട്ട് ഏകദേശം 8 പേര് അവര് തന്നെയുണ്ട്. അതുകൂടാതെ ഞാനുണ്ട്, നന്ദുവേട്ടനുണ്ട്, അപർണ ബാലമുരളിയുണ്ട്, അങ്ങനെ അവര് ഇർഷാദ് ബാബുവേട്ടൻ അവരെയൊക്കെ കൂട്ടാതെ. അപ്പൊ അതില് എല്ലാ ദിവസവും ഇൻഡസ്ട്രി എല്ലാ ദിവസവും ഞങ്ങള് ലൊക്കേഷനിൽ വന്ന് ഷൂട്ട്, ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ഒരു മിനിമം ഒരു 15 to 20 മിനിറ്റ്സ് ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചുറ്റും കൂട്ടിയിരുന്ന് വർത്താനം പറയും. അപ്പൊ അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലൊക്കേഷനിൽ വി ആർ ഹാവിങ് ഫൺ, അത് ഉണ്ട് തീർച്ചയായിട്ടും. പിന്നെ അതുകൂടാതെ ഞാൻ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്ന ആളുകളാണ് എന്റെ കൂടെ ഇപ്പൊ അഭിനയിക്കുന്നത്. അപ്പൊ അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് അതിന്റെ ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. ആ ഒരു സൈഡ് ഭയങ്കര രസമാണ്. പിന്നെ തൃശ്ശൂർ പേരൂർ ക്ലിപ്പം പ്രത്യേകിച്ച് ഒരു ഭയങ്കര ഒരു എന്റർടൈനറാണ്, ഒരു മാസ് എന്റർടൈനർ എന്ന് പറയാവുന്ന കാറ്റഗറിയിൽ ഒരു സിനിമയാണ്. അപ്പൊ ആ ഒരു സിനിമയുടെ മൂഡും ആ ലൊക്കേഷനും ഈവൻ അതിന്റെ സ്ക്രിപ്റ്റും അതിന്റെ ഒരു വേ ഓഫ് നറേഷനും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ മൊത്തത്തിൽ ആ ഒരു ഫൺ മൂഡ് ത്രൂ ഔട്ട് ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ ബാക്ക് ബെഞ്ചിലും ഫ്രണ്ട് ബെഞ്ചിലും ഇരുന്ന ആൾക്കാരൊക്കെ നല്ല കട്ടക്കുള്ള ടീംസാണ്. എങ്ങനെ പിടിച്ചിരുന്നു? എന്റെ ക്യാരക്ടറിന്റെ പേര് ഗിരിജ വല്ലഭൻ എന്നാണ്. ഗിരിജ വല്ലഭൻ ഒരു ഭയങ്കര സാധു, ഒരു സാധാരണക്കാരനാണ്, ഒട്ടും ബോൾഡ് അല്ലാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തടിമാടന്മാരുടെ ഇടയിൽ ഞാൻ നിൽക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പല സമയത്തും ഡയലോഗ് പോലും പറയാൻ പറ്റാത്തൊരു നിസ്സഹായ അവസ്ഥ എന്റെ മുഖത്തുണ്ട്. കാരണം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ സൗണ്ട് പുറത്തേക്ക് വരില്ല, എനിക്ക് പേടിച്ചിട്ട്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി എന്റെ ക്യാരക്ടറിനെയും ഭയങ്കര പ്ലസ് ആയിരുന്നു. ബാബുവേട്ടന്റെ അടുത്ത് അല്ലെങ്കിൽ ചെമ്പചേട്ടന്റെ അടുത്തൊന്നും ഞാൻ ഡയലോഗ് പറയുമ്പോൾ എന്റെ ലുക്ക് തന്നെ ഇതാണ്. കാര്യം ഞാൻ ഇത്ര ഉള്ളൂ നോർമലി ഒരു മനുഷ്യൻ. ബാബുവേട്ടനെ പോലെ ഒരാളുടെ അടുത്ത് ഞാൻ സംസാരിക്കാൻ ഞാൻ നോക്കിയിട്ട് ചെമ്പാടൻ ചോദിച്ചേട്ടൻ നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല കേട്ടോ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അതിനകത്ത് ശരിക്കും ആ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആസിഫ് അലിക്ക് ഒരുപാട് പെൺകുട്ടികൾ ആരാധികമാരായിട്ടുണ്ട്. ഇപ്പൊ സൗണ്ട് ആണെങ്കിലും ഈ ചിരി ആണെങ്കിലും ഞാൻ ഉൾപ്പെടെ ഈ സൗണ്ട് ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? സൗണ്ട്, വോയിസ് എനിക്കത് ഐഡന്റിറ്റി ആയിട്ട് തോന്നി. ഞാൻ ഇപ്പൊ ഒരു ചാനലിൽ ഒരു പ്രൊമോഷൻ പോയപ്പോൾ അവിടെ 3 പേരെന്നെ ഇമിറ്റേറ്റ് ചെയ്തു. അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നു. കാര്യം എന്തോ ഒരു ഐഡന്റിറ്റി ഉള്ളപ്പോഴാണ് എപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുക. അത് ശരിക്കും ഇപ്പൊ എന്റെ അടുത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എനിക്ക് അത് നോക്കി അത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ആസിഫ് അലി ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് ആസിഫ് അലി. എന്തുണ്ട് വിശേഷം? ആറ്റിങ്ങലാണോ വീട്? ഈ ആരാധികമാരെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നേ? സമയം ഇതൊക്കെ അറിയുമോ? അങ്ങനെ ഉണ്ട് എന്ന് എനിക്കൊരു ഭയങ്കര ഫാൻ ഫോളോയിങ് ഒന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. കാര്യം ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഇതുവരെ ഒരു പെൺകുട്ടിയുടെ റിക്വസ്റ്റ് പോലും കണ്ടിട്ടില്ല. പിന്നെ കാണാറുണ്ട്, ആളുകൾ ഫോട്ടോ എടുക്കാറുണ്ട്, കമന്റ്സ് പറയാറുണ്ട്. അതിൽ കൂടുതൽ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ കല്യാണം കഴിയുമ്പോൾ അതിനൊരു കൃത്യമായ സ്പേസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഇപ്പൊ 2 ഫിലിം റിലീസ് ആവുകയാണ്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എപ്പോഴും പറയാനുള്ളത് തന്നെയാണ്, നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമകളെ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് പേരുടെ എഫേർട്ടാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. തിയേറ്ററിൽ എത്തുന്നതും എൻഡ് ഓഫ് ദി ഡേ നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിനിമകൾ നിർമ്മിക്കപ്പെടുന്നതും നമ്മൾ ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ആ സിനിമ കൺസിഡർ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വിജയിക്കും.